ദി ആരോസിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായാണ് ദി ആരോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ 12 മണ്ഡലങ്ങളിലെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ്. ശ്രീ ഹലാൽ, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2009 മുതൽ LDFും UDFും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൻ്റെ അവസ്ഥ ഒന്ന് വിശദീകരിക്കാം. ശരിയാണ്, വളരെ ശരിയാണ്. കാര്യം തൃശ്ശൂർ അങ്ങനെ കുത്തക അവകാശപ്പെടാൻ കഴിയാത്ത മണ്ഡലമാണ്. ഒരു മുന്നണിക്കും മാറി മാറി അവിടെ ആളുകളെ ഭരിക്കുന്നൊരു സ്ഥിതിയാണ് തൃശ്ശൂരിലെ ജനത കാട്ടിയിട്ടുള്ളത്. പക്ഷേ ഈ അടുത്ത കാലത്തൊക്കെ തൃശ്ശൂർ ഇങ്ങനെ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പലരും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ ആർക്കും കുത്തകയായിട്ട് തൃശ്ശൂരിനെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം തൃശ്ശൂരിലെ ജനം എപ്പോഴും പ്രബുദ്ധതയുള്ള അല്ലെങ്കിൽ ആ രൂപത്തിൽ അവർ പ്രതിഫലിപ്പിച്ചിട്ടുള്ള വോട്ടേഴ്സാണ്. വളരെ ഏത് സമയത്തും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു. 2019 സ്ഥിതി കേരളത്തിൽ മൊത്തം ഉണ്ടായതാണല്ലോ ഒരു ഒഴുക്ക് വരുന്നത്. അങ്ങനെ ആയിരുന്നില്ല അതിന് മുന്നേ ഉള്ള സ്ഥിതി. 2009 PC ചോക്കയാണ് അവിടെ നിന്ന് ജയിച്ചു വന്നത്. എന്നാൽ 2014 CN ജയദേവൻ ജയിച്ചു, സീറ്റ് തിരികെ വരികയാണ് ചെയ്യുന്നത്. 2019 വന്നപ്പോൾ വീണ്ടും മാറുന്നു, TN പ്രതാപൻ വരികയാണ്. അപ്പോൾ UDFിൻ്റെയും LDFും മാറി മാറി വരികയും അതോടൊപ്പം തന്നെ അവിടുത്തെ ലോക്സഭാ മണ്ഡലത്തിനകത്ത് വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിലും LDFിന് മേൽക്കൈ പലപ്പോഴും ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തമായ ചിത്രം ഒരിക്കലും ആർക്കും പ്രത്യേകിച്ച് പ്രവചിക്കാതെ ഇങ്ങനെ പിടുത്തം കൊടുക്കാത്തൊരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. അവിടെ ഇപ്പോൾ വളരെ ദേശീയ ശ്രദ്ധ വന്നിട്ടുണ്ട്. കാരണം എന്താണ്? കാരണം BJP അവിടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായി പരിഗണിക്കുന്നു തൃശ്ശൂർ. അവിടെ നിരവധി തവണ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ വരികയാണ്, വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. പക്ഷെ നമ്മൾ കാണുന്നൊരു കാഴ്ച അതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ്. തൃശ്ശൂരിൽ ചിത്രം തന്നെ മാറ്റിക്കളഞ്ഞത് അവിടെ VS സുനിൽകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടിയാണ്. വളരെ അപ്രതീക്ഷിതമായി നിയമസഭയിൽ MLA ആയി മന്ത്രിയായി ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് വളരെ മെച്ചപ്പെട്ട സേവനം നടത്തുകയും നിസ്വാർത്ഥമായതും അതോടൊപ്പം തന്നെ സംയുക്തമായതുമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുകയും ചെയ്ത VS സുനിൽകുമാർ അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് വരുന്നതോടുകൂടി മണ്ഡലത്തിൽ വലിയൊരു മാറ്റം വരിക. അതോടൊപ്പം UDFിൻ്റെ വരുന്നത് ശ്രീ മുരളീധരൻ വരികയായിരുന്നു. മുരളീധരൻ അവിടെ വരുന്നത് തന്നെ വലിയ അവകാശവാദങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ കൂടെ ദേശമാണ് എന്ന നിലയിലാണ് വരുന്നത്. സുരേഷ് ഗോപി ആണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷവും അവിടെ ക്യാമ്പ് ചെയ്ത് തൃശ്ശൂർ പിടിക്കും എന്ന തരത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പരിശോധിച്ചാൽ വിലയിരുത്തിയാൽ തൃശ്ശൂർ വലിയ ജനശ്രദ്ധ വരുന്നു, അതോടൊപ്പം തന്നെ ദേശീയ പ്രാധാന്യം വരുന്നു. ഇതൊക്കെയാണ് സംഗതി. ഒരുപക്ഷെ കേരളത്തിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയുള്ള മറ്റൊരു മണ്ഡലമാണ് തൃശ്ശൂർ. തീർച്ചയായും നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരം എന്ന് പറഞ്ഞതുപോലെ തന്നെ തൃശ്ശൂർ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി പൂർണ്ണമായും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ BJP പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ അമിതമായ പണത്തിൻ്റെ ഒഴുക്ക് വരുന്നുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പ്രചരണ രംഗത്ത് ഇവിടെ മുഖ്യ മുന്നണികളെയൊക്കെ കവച്ച് വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് തൃശ്ശൂരിലെ ജനത ഇതൊന്നുമല്ല എടുക്കുന്നത്. തൃശ്ശൂരിലെ ജനത ഈ 3 സ്ഥാനാർത്ഥികളെ തുലനം ചെയ്യുന്നു. ഈ സ്ഥാനാർത്ഥികൾക്കപ്പുറത്ത് ഈ 3 മുന്നണിയും വെക്കുന്ന അവരുടെ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ, അതല്ലെങ്കിൽ അവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ആ മുന്നണികളുടെ പ്രവർത്തനങ്ങളെയും തൈ വിലയിരുത്തുന്നു നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും പരിശോധിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു പരിശോധന നടക്കുന്നു എന്നാണ് ദി ആരോസിൻ്റെ ടീം നമ്മളവിടെ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ നമ്മൾ കാണുന്നത് വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണ്. ഈ പറഞ്ഞ പോലെ ത്രികോണ മത്സരം പ്രത്യക്ഷത്തിൽ കാണുമെങ്കിലും ത്രികോണ മത്സരത്തിൻ്റെ രൂപത്തിലല്ല, മറിച്ച് ജനമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ തീരുമാനം എന്താണെന്ന് കൺക്ലൂഷനിൽ നമുക്ക് അവസാനം പറയാം. ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ നേരിട്ട് പറയുന്നത് നമുക്ക് കേൾക്കാം. നമുക്കിനി ആ ജനാഭിപ്രായത്തിലേക്ക് കിടക്കാം. തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് VS സുനിൽകുമാറാണോ അതോ സുരേഷ് ഗോപിയാണോ അതോ മുരളീധരനാണോ ജയിക്കുന്നത്? നല്ല വ്യക്തിത്വമുള്ളവർ ജയിക്കണം.
കൃഷിക്കാർക്ക് വേണ്ട കാര്യങ്ങളും നാട്ടുകാർക്ക് വേണ്ട നല്ല കാര്യങ്ങളും ചെയ്യുന്നവരായിരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കോൺഗ്രസ് വരാൻ പാടില്ല. എന്റെ അഭിപ്രായത്തിൽ സുനിൽകുമാർ ജയിക്കുള്ളൂ. സുനിൽകുമാർ ജയിക്കണം. എന്താണ് അങ്ങനെ സുനിൽകുമാർ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്താണ് ചേച്ചിക്ക് വരാൻ കാരണം? സുനിൽകുമാർ നല്ലൊരു വ്യക്തിയാണ്, നല്ലൊരു മനുഷ്യനാണ്. അത് ഞങ്ങളുടെ നാട്ടുകാരനാണ്. പിന്നെ പാവങ്ങളോടൊക്കെ നല്ല അനുകമ്പുള്ള സുനിൽകുമാർ ജയിക്കണം. സുനിൽകുമാർ ജയിക്കും. കോൺഗ്രസ് ജയിക്കണം എന്നുള്ളതാണ് അഭിപ്രായം. LDF ജയിക്കണം ഞാൻ പറഞ്ഞു. സുനിൽകുമാർ എന്തുകൊണ്ടാണ് സുനിൽകുമാർ സുനിൽകുമാർ ജയിക്കുമെന്ന് പറയാനുള്ള കാരണം? ആള് കുറച്ചും കൂടി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് 3 പേരും തുല്യ ശക്തികളാണ്. ഒരാളിട്ട് ഒരാളെ നമുക്ക് പറയാൻ പറ്റില്ല. പറയുമ്പോൾ കോൺഗ്രസ് MP ഇവിടെ ജയിച്ചു നിൽക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പ്രതീക്ഷയുണ്ട്. സുരേഷ് ഗോപി എന്ന് വെച്ചാൽ വലിയൊരു സംഭവമായിട്ട് നിൽക്കണം. അപ്പോൾ സുരേഷ് ഗോപി ജയിക്കുന്നത് നമുക്ക് പ്രതീക്ഷയുണ്ട്. സുനിൽകുമാറിൻ്റെ നാടാണത്. അപ്പോൾ ആരാണ് ഇപ്പോൾ ജയിക്കാന്ന് ഇന്നത്തെ സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റില്ല. മൊത്തത്തിൽ മുൻഗണന UDF-നായിരിക്കും. പക്ഷേ ഈ മണ്ഡലത്തിൽ BJPക്കുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇത്തവണത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ, എനിക്ക് തോന്നുന്നു എല്ലാ ഇലക്ഷനെ പോലെ അല്ല, ഇത്തവണ കുറച്ച് നല്ല ടഫ്, എല്ലാ 3 കട്ടയ്ക്ക് നിൽക്കണ ആൾക്കാരാണ്. സോ ഒന്നും പറയാൻ പറ്റില്ല. അല്ല, നമ്മളിപ്പോൾ കേരളത്തിനെ കുറിച്ച് തന്നെ പറയാന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പം അറിയാലോ. ഓക്കെ, കേന്ദ്രത്തിൽ നിന്നുള്ള കാര്യങ്ങളും എല്ലാം അറിയാം. അതിനിപ്പോൾ നമ്മുടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞ ആൾക്കാരെ പോകണം അങ്ങോട്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആളിപ്പോൾ സുനിലേട്ടനാണല്ലോ. കേരളത്തിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ സുനിലേട്ടൻ തന്നെ പോകണം. തൃശ്ശൂരിൽ നിന്ന് ജയിക്കും. അത് സുനിൽകുമാറിന് സാധ്യതയുള്ളൂ. ഈ വർഗീയ പാർട്ടി സുരേഷ് ഗോപി ഒന്നും ജയിച്ചു പോവില്ല. മണിപ്പൂരിൻ്റെ ഇതും പിന്നെ ആള് പറഞ്ഞത് കേട്ടില്ലേ, മണിപ്പൂരിൽ ആവശ്യങ്ങൾ ചോദിച്ചപ്പോൾ മണിപ്പൂരിൽ നോക്കാൻ ആളുകളുണ്ടെന്നാണ് പറഞ്ഞത്. ആര് നോക്കി? ഒന്നും നോക്കിയില്ലേ. വർഗീയതയുടെ പുറത്ത് ഒരു നിലയ്ക്കും ഇവിടെ കേരളത്തിൽ സ്ഥാനമില്ല. ജയിക്കുന്ന വെച്ചാൽ സുരേഷ് ഗോപി അല്ലെങ്കിൽ സുനിൽകുമാർ. എന്തായാലും മുരളീധരൻ ജയിക്കില്ല 100% എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്. തൃശ്ശൂർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മതസാഹോദര്യവും സാംസ്കാരികതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു നാടാണ്. ഇവിടെ മതേതരത ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ മറ്റേതൊരു സ്ഥാനാർത്ഥിയേക്ക് 3 സ്ഥാനാർത്ഥികൾ പ്രധാനമായി പറയുന്നുണ്ടെങ്കിൽ ആ 3 സ്ഥാനാർത്ഥികൾ KM മുരളീധരനാണ് കൂടുതൽ പ്രാമുഖ്യമുള്ള സ്ഥാനാർത്ഥി. കാരണം ജനങ്ങളോട് അടുത്ത് ഇടപഴകാനും ജനങ്ങളെ അറിഞ്ഞ് അവരുടെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും ഒരു ആത്മാർത്ഥതയോടെ ഇടപഴകുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഇവിടെ കൂടുതൽ നമ്മൾ സാധ്യത കാണും. ആള് വരണം. ആള് വന്നെങ്കിൽ തന്നെ നാടിൻ്റെ വികസനം ഇതൊക്കെ ഉണ്ടാവണം. ഈ തിരഞ്ഞെടുപ്പിൽ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യം പാർലമെൻറ്റിൽ ഉണ്ടാവണമെന്നാണ് മലയാളികൾ ഭൂരിപക്ഷവും ആഗ്രഹിക്കുന്നത്. BJP ജയിക്കാൻ സാധ്യത ഒട്ടുമില്ല. സിനിമകളായതുകൊണ്ട് ജയിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാര്യമില്ല. പിന്നെ 2 പേരാണ് നിൽക്കുന്നത്. അതിപ്പോൾ കോൺഗ്രസ് ആയാലും LDF ആയാലും കുഴപ്പമില്ലാത്ത ടീമുകളാണ്. അതിൽ ആര് ജയിച്ചാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തവണ ആര് ജയിക്കുന്നതാണ് നമ്മുടെ സുനിൽകുമാർ ജയിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ കൃഷിയുടെ കാര്യത്തിലും ആള് നല്ല മുൻപന്തിയിലാണ്. എല്ലാവരോടുള്ള പെരുമാറ്റം അങ്ങനെയാണ്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയുന്നത് കേട്ടോ. ശ്രീ ഹർലാൽ, നമ്മളിപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിലൂടെ സഞ്ചരിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഒരു കൺക്ലൂഷനിലെത്തുന്നത്? നമ്മൾ ആദ്യം ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് ജനങ്ങളുടെ അഭിപ്രായം കൂടെ പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടുമ്പോൾ കാണുന്നത്, നമ്മളെടുത്ത 3-4 പോയിന്റുകളുണ്ടല്ലോ. ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടെങ്കിലും അവിടെ ത്രികോണ മത്സരമല്ല. അവിടെ സുരേഷ് ഗോപി നേടുമെന്ന് ചിലർ പറയുന്നെങ്കിൽ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് വരും കൃത്യമായി പറയാൻ കഴിയും. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്ത്. അപ്പോൾ കൃത്യമായി പറയാൻ കഴിയും. അവിടെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല ഈ പറഞ്ഞ രൂപത്തിൽ. അവിടെ ഇപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായും KM മുരളീധരനെയും VS സുനിൽകുമാറിനെയും തമ്മിൽ വിലയിരുത്തുന്നു. തൃശ്ശൂരിലെ വോട്ടേഴ്സ് കൃത്യമായി ഈ 2 വ്യക്തിത്വങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് അവർ തീരുമാനത്തിലേക്ക് പോകുന്നതെന്ന് കാണാൻ കഴിയും. BJPക്ക് അനുഭാവമുള്ള അല്ലെങ്കിൽ സുരേഷ് ഗോപിയോടുള്ള സിനിമാ നടൻ എന്നൊക്കെ തരത്തിലുള്ള സ്വീകാര്യതയുള്ളത് ആ ഒരു വിഭാഗം അങ്ങനെ വോട്ടിങ് വരും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന കാര്യത്തിൽ ആരോസിന് യാതൊരു സംശയവുമില്ല.
പക്ഷെ ഇവിടെ നിൽക്കുന്നത് മുന്നിൽ നിന്ന് മത്സരിക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള അകലം വളരെ കുറവാണ്. കെ മുരളീധരനും എസ് സുനിൽകുമാറും തമ്മിലുള്ള മത്സരത്തിൻ്റെ ആ റേഞ്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസത്തിലല്ല നിൽക്കുന്നത്. അതിൽ നമ്മൾ പ്രകടമായി കാണുന്നത് ജനങ്ങൾ എസ് സുനിൽകുമാറിനെ സ്വീകരിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നുള്ള തരത്തിലാണ് വരുന്നത്. നമ്മൾ തന്നെ അവിടെ പലരോടും സംസാരിക്കുകയുണ്ടായി, നമ്മുടെ ടീം പിന്നെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ജനങ്ങൾ മനസ്സ് തുറക്കുന്നത് ഞങ്ങൾക്ക് മന്ത്രിയായിരുന്നാലും MLA ആയിരുന്നാലും എസ് സുനിൽകുമാർ എന്ന് പറഞ്ഞൊരു പച്ചയായ മനുഷ്യനാണ്. ഏത് പാതിരാത്രിക്കും അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയും. അധികാരത്തിൻ്റെ ഒരു ജാടയും അദ്ദേഹത്തിലില്ല. ലാളിത്യം മുന്നിൽ നിൽക്കുന്ന സ്വഭാവമാണ്. അവരെ എടുത്തു പറഞ്ഞൊരു കാര്യം, കോവിഡിൻ്റെ സമയത്തൊക്കെ ഈ പച്ചയായ മനുഷ്യനെ പോലെ ആ ജനതയെ സഹായിക്കാൻ ഒക്കെ ഇറങ്ങി പുറപ്പെട്ട് ഒരു സാധാരണ മനുഷ്യനെ പോലെ പുറപ്പെട്ടു. അതോടൊപ്പം അവർ ഈ പ്രളയത്തിൻ്റെ സമയത്തും ഇത് സാക്ഷ്യപ്പെടുത്തുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല എസ് സുനിൽകുമാറിൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം ഈ ഇലക്ഷനിൽ ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. മുന്നണികളുടെ അകത്ത് അവർക്ക് പ്രത്യക്ഷ രാഷ്ട്രീയമുള്ളവരെ ആളുകൾക്ക് അപ്പുറത്ത് നിഷ്പക്ഷമതികളായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചേരിയിൽപ്പെടാത്ത ജനത നിഷ്പക്ഷമായി പറയുന്നത് എസ് സുനിൽകുമാറാണ് തൃശ്ശൂരിന് വേണ്ടത് എന്ന നിലയിലാണ്. ഇതാണ് അവിടെ തീരുമാനത്തിന് എടുക്കാൻ പോകുന്നൊരു കാര്യം. അതായത് പ്രത്യക്ഷമായി കാണുന്ന അല്ലെങ്കിൽ ഒരേ മുന്നണിയുടെയും വോട്ടറിനപ്പുറത്ത് നിഷ്പക്ഷമതികൾ എങ്ങോട്ട് തിരിയുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഫലത്തെ എപ്പോഴും സ്വാധീനിക്കുന്നത്. അതിവിടെ തൃശ്ശൂരിൽ നമ്മൾ കാണുന്നത് എസ് സുനിൽകുമാറിന് അനുകൂലമായി പോകുന്നു. അതുകൊണ്ട് മുരളീധരൻ തൊട്ട് പുറമുണ്ടെങ്കിലും മത്സരത്തിൻ്റെ ഒരു കാഠിന്യം അവിടെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നിസ്സംശയം വിജയം പറയാൻ കഴിയും എസ് സുനിൽകുമാറിനായിരിക്കും. അതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ആരോസിൻ്റെ നിഗമനം ഇതാണ്, തൃശ്ശൂരിലൊരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടെങ്കിലും അവിടെ ശക്തമായ പോരാട്ടം നടക്കുന്നത് എസ് സുനിൽകുമാറും കെ മുരളീധരനും തമ്മിലാണ്. അതിലൊരു മേൽക്കോയ്മ എസ് സുനിൽകുമാറിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ മണ്ഡലം ഇപ്രാവശ്യം എസ് സുനിൽകുമാറിനൊപ്പം നിൽക്കുമെന്നാണ് ആരോസ് വിലയിരുത്തുന്നത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.